മംഗളവനം ബേർഡ് സാഞ്ചുറിയിൽ ആ ഒരു ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിൽ കൂടെ കണ്ടപ്പോഴാണ് നമ്മൾ ഒരു സീ വേൾഡ് ഒരു എക്സ്പോ എന്തോ നടക്കുന്നത് അപ്പം അന്ന് അവിടെ കയറണമെന്ന് മീര ചോദിച്ചു, കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് എക്സ്പോയിലേക്ക് കയറാനായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് 100 രൂപ എന്ന ടിക്കറ്റാണ് വരുന്നത്. അപ്പം അത് എടുക്കാനായിട്ട് മീര കയറി ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. എന്തൊക്കെയോ ഓരോ സംഭവവികാസങ്ങളിൻ്റെ അകത്ത് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നോക്കാം. അങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ട് മീര എന്നിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു. 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്തരാണ് എന്തും പോണെയാണ് കേട്ടോ. അതെ, മറൈൻ വേൾഡിലൊക്കെ കണ്ടവര് ഭയങ്കര ഹൈപ്പ് കൊടുത്തൊരു സംഭവമാണ്. നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് ചോദിക്കാം. അങ്ങനെ പടിക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. നോക്കി അങ്ങനെ കയറി ചെന്നപ്പോൾ വലിയൊരു പരുന്ത് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. ഗൈസ്, അത് വലിയൊരു പരുന്തുണ്ടായിരുന്നു. തലയൊക്കെയാട്ടി കയറുക മക്കളെ എന്ന് പറയുന്നത്. തൊട്ടിപ്പുറത്തൊരു എന്താണ് ഡൈനോസർ വന്നിട്ട് ഏതവന്മാർ ഇങ്ങനെയൊക്കെ നോക്കുന്നു. ഇത് എന്താ വളരെ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, മുതിർന്നവർക്ക് ഇഷ്ടപ്പെടാം. കുറേ ഡൈനോസേഴ്സ് ഇങ്ങനെ വാവിളിക്കാതെയൊക്കെ നിൽപ്പുണ്ട്. മിക്കതും വാവിളിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ വലുതും ചെറുതായിട്ടുള്ള ഡൈനോസേഴ്സ്, തൊട്ടിപ്പുറത്ത് ബേർഡ്സ്, അതായത് ഈഗിള്, അതിൻ്റെ ചെറുത് കുഞ്ഞ്, പിന്നെ എന്താണ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ടാറ്റ ബൈ ബൈ ഇങ്ങനെ വീശി ചിറകൊക്കെ വീശി നിന്ന് താണ്ട് കിടക്കുന്നു. നിപ്പതും കിടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് നിപ്പതും കിടക്കുന്നു. നമ്മുടെ ഭോപ്പാലിക്കുട്ടും കിടപ്പുണ്ട്. കാട്ടൊക്കെ പാടി ഡാൻസൊക്കെ വെച്ച് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കള്ളൻ. തൊട്ടിപ്പുറത്തൊരു ഒട്ടകപ്പക്ഷി എന്നുണ്ട്, തലയൊക്കെ ആട്ടുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ലൈറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. എൻട്രൻസ് തന്നെ കൊള്ളാം. ഒരു മൂങ്ങാച്ചി ഇങ്ങനെ തലയൊക്കെ ആട്ടിക്കൊണ്ട് നിൽക്കുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് കാണാം എന്തൊക്കെയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കുറേ ബേർഡ്സ് ഉണ്ട്. അതായത് മൂങ്ങയുണ്ട്. പിന്നെ ഇതെന്തോ 2 കിളികളാണ്. എന്തിനാണ് എന്താ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഒരു വേഴാമ്പൽ, പിന്നെ വലിയൊരു ഓസ്ട്രിച്ച് അല്ലേ? അതെ അങ്ങനെ തന്നെ. പിന്നെ ഇതെന്താണ് പഞ്ചവർണ്ണ തത്തയെന്ന് തോന്നുന്നു, അതും ഉണ്ട്. പിന്നെ അപ്പുറത്തും എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേനും കുറേ കുഞ്ഞു പിള്ളേർ ഒരു സാധനത്തിന് ചുറ്റും നിൽക്കുന്നു. നമ്മൾ ആദ്യം വിചാരിച്ച് സെലിബ്രിറ്റി വല്ലതായിരിക്കുന്നു. നോക്കിയപ്പോൾ ഇതൊരു റോബോട്ടായിരുന്നു. പിള്ളേർ കൂടെ നിന്നുകൊണ്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നു. മീര തൊട്ടിപ്പുറത്ത് അതിൻ്റെ തോളയിലൊക്കെ തൊട്ട് സുഖാണോ മന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു റോബോട്ടിനെ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പുറത്തെ മനുഷ്യർ റോബോട്ടാണ്, തൊട്ടിപ്പുറത്ത് ഒരു പട്ടി റോബോട്ടായിരുന്നു. ഇതിനെ ഞാനിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മീൻസ് ഈ ഷോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഈ ഒരു എക്സ്പോയിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളൊരു വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് കണ്ട് മുന്നോട്ട് വന്നപ്പോഴത്തേനും വലിയൊരു ക്യൂ. ഞാൻ വിചാരിച്ചില്ല ഇപ്പോൾ ഫുഡ് എല്ലാം കൊടുക്കുന്നതായിരിക്കും, എന്നാലും അല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിരുന്നു അത്രയും വലിയൊരു ക്യൂ ഉണ്ടായിരുന്നത്. ഇതെന്താ പറയുക, ഒരു 3D വാളോ എന്താ എനിക്കറിഞ്ഞൂടാ കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൽ വലിയ 3D പിക്ചറിലിട്ടിട്ട് ഫുൾ, അതായത് 360 ഡിഗ്രീസിൽ ഫുള്ള് ഈ ലൈറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. എന്തൊരു പേരുണ്ട് കേട്ടോ, അതെനിക്കറിഞ്ഞൂടാ. അറിയാവുന്നവർ അതും കമൻറ്റ് ചെയ്യട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ വാൾപേപ്പേഴ്സ്, ഇങ്ങനെ ഓരോ പിക്ചേഴ്സ്, ഇങ്ങനെ ഇമേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ്. ഒരു ആനിമേഷൻ വേൾഡിലേക്ക് നമ്മൾ ചെല്ലുന്ന ഒരു ഫീലായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളി. നമ്മുടെ മേത്തോടെയും തറയിൽക്കൂടെയും ഒക്കെ ഈ എന്താണ് സ്നേഹം, അൺലിമിറ്റഡ് സ്നേഹം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും സ്നേഹം മാത്രം. അതായിരുന്നു ആദ്യത്തെ ഒരു തീം. ഫുള്ളൊരു റെഡിഷിൽ അടിപൊളിയായിരുന്നു, സെറ്റ് സാധനമായിരുന്നു. ഇത് ഫോണിൽ കൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയില്ല. ബട്ട് നേരിട്ട് കാണാനായിട്ട് അടിപൊളിയായിരുന്നു. നല്ലൊരു വേറൊരു ലോകത്തേക്ക് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോയ ഒരു ഫീലായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ പൂവിലും കാറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രസമുണ്ടായിരുന്നു. കൊള്ളാം. 100 രൂപയ്ക്ക്